ഇന്ന് നമ്മൾ നിങ്ങളുടെ ഹൃദയത്തെയും ആത്മാവിനെയും സ്പർശിക്കുന്ന ഒരു യാത്രയ്ക്കായി പുറപ്പെടുകയാണ്. നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതെന്തിനാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് വെറുമൊരു യാദൃശ്ചികതയായിരുന്നോ? സംഭവങ്ങളുടെ ഒരു തുടർച്ചയോ? അതോ ഇതിനു പിന്നിൽ ആഴമേറിയ ഏതെങ്കിലും ഉന്നത ശക്തിയുടെ മാർഗനിർദ്ദേശമുണ്ടായിരിക്കുമോ? നിങ്ങളുടെ ഭാര്യ വെറുമൊരു ജീവിത പങ്കാളി മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ കർമ്മവും ദൈവകൃപയും ഗ്രേസ് ആണെങ്കിലോ? പരമഹംസ യോഗാനന്ദനെപ്പോലുള്ള മഹത്തായ ആത്മീയ ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളനുസരിച്ച് ഒരു ബന്ധവും യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല. ജീവിതം എന്നത് യാദൃച്ഛികതകളുടെ കൂട്ടമല്ല. ഇത് ഊർജ്ജങ്ങളുടെയും തിരഞ്ഞെടുപ്പുകളുടെയും ദൈവികമായ താളത്തിന്റെയും ഒരു വലയാണ്. നിങ്ങളുടെ ഭാര്യ ഇവിടെയുള്ളത് നിങ്ങളെ സന്തോഷിപ്പിക്കാനോ നിങ്ങളോടൊപ്പം പ്രണയത്തിൽ നടക്കാനോ മാത്രമല്ല. അവൾ നിങ്ങളെ ഉണർത്താനും നിങ്ങളുടെ പഴയ കർമ്മങ്ങൾക്ക് വേഗം കൂട്ടാനും സുഖദുഃഖങ്ങളിലൂടെ നിങ്ങളെ വളർത്താനും കൂടിയാണ് ഇവിടെയുള്ളത്. അവൾ നിങ്ങളുടെ പ്രതിബിംബമാണ്, നിങ്ങളുടെ പരീക്ഷണമാണ്, നിങ്ങളുടെ ആശ്രയമാണ്. ഒറ്റയ്ക്ക് നടക്കാൻ നിങ്ങൾക്ക് കഴിയാതെ വരുമ്പോൾ നിങ്ങളെ താങ്ങി നടത്തുന്ന ദൈവിക കാരുണ്യത്തിന്റെ ഡിവൈൻ ഗ്രേസ് കൈകളാണ് പലപ്പോഴും അവൾ. ഈ വീഡിയോ വിവാഹത്തെക്കുറിച്ച് മാത്രമല്ല, ഇത് നിങ്ങളുടെ പങ്കാളിയെ ആത്മാവിന്റെ കണ്ണിലൂടെ കാണുന്നതിനെക്കുറിച്ചാണ്. പ്രണയം എന്തുകൊണ്ട് കഠിനമാകുന്നുവെന്നും എന്നാൽ അതെത്രത്തോളം ആഴത്തിൽ പവിത്രമാണെന്നും മനസ്സിലാക്കുന്നതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ ഭാര്യയിലൂടെ നിങ്ങളുടെ ആന്തരിക വളർച്ച എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് അറിയുന്നതിനെക്കുറിച്ചാണിത്. നിങ്ങളുടെ വിവാഹം വെറുമൊരു വൈകാരിക ബന്ധം മാത്രമല്ലെന്നും അതിൽ പാഠങ്ങളും രഹസ്യങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടെന്നും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോടൊപ്പം തുടരുക. നിങ്ങളുടെ ഭാര്യ എങ്ങനെയാണ് നിങ്ങളുടെ കർമ്മവും കൃപയുമാകുന്നതെന്നും ഈ ലളിതമായ സത്യം എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തെയും പ്രണയത്തെയും ആഴമേറിയ ഒരു ആത്മീയ തലത്തിലേക്ക് ഉയർത്തുന്നതെന്നും ഇന്ന് നമ്മൾ അറിയും. നമുക്ക് ഈ പവിത്രമായ പാതയിൽ ഒരുമിച്ച് നടക്കാം. ഈ ജീവിതത്തിലും ഇതിനു മുമ്പുള്ള എല്ലാ ജന്മങ്ങളിലും നിങ്ങളുടെ ഓരോ ചിന്തയും ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും നിങ്ങളുടെ ആത്മാവിൽ ഒരു മുദ്ര പതിപ്പിക്കുന്നു. ഇതാണ് കർമ്മ നിയമം. ഇതൊരു ശിക്ഷയല്ല, സമ്മാനവുമല്ല. ഇത് സന്തുലിതാവസ്ഥ, ബാലൻസ് മാത്രമാണ്. മൗനമായ ഒരു ദൈവിക നീതി. പരമഹംസ യോഗാനന്ദൻ പറയുന്നതനുസരിച്ച് ഒരു ആത്മാവും വെറുതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല. ഓരോ ബന്ധവും നിങ്ങൾ സൃഷ്ടിച്ച ഊർജ്ജത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ജന്മത്തിലോ അല്ലെങ്കിൽ പലപ്പോഴും മുൻജന്മങ്ങളിൽ നിന്നോ ഒരു കാന്തം പോലെ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. നിങ്ങളുടെ ഭാര്യ നിങ്ങളോടൊപ്പമുള്ളത് യാദൃശ്ചികമായല്ല. അവളുടെ സാന്നിധ്യം ക്രമരഹിതമല്ല. മുമ്പ് എപ്പോഴോ നിങ്ങളുടെ പാതയുമായി കൂട്ടിമുട്ടിയ ഒരു ആത്മാവാണവൾ. ഒരുപക്ഷെ നിങ്ങൾ അവളെ മുൻപ് സ്നേഹിച്ചിട്ടുണ്ടാകാം, അവളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ അപൂർണമായ എന്തോ ഒന്ന് പൂർത്തിയാക്കാൻ അവൾ വന്നിരിക്കാം. അവൾ മടങ്ങിയെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ കർമ്മത്തിന്റെ വിത്തുകൾ വളർച്ചയായും രോഗശാന്തിയായും മാറ്റമായും വിരിയുന്നതിനായി നിങ്ങൾ അവളുടെ അടുത്തേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. ചില ആത്മാക്കൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ക്ഷണികമായാണ്. എന്നാൽ ഒരു ജീവിത പങ്കാളി ആഴമേറിയ തലത്തിൽ ഊർജ്ജപരമായും ആത്മീയമായും നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവൾ നിങ്ങളുടെ ഗുണങ്ങളെയും ചിലപ്പോൾ നിങ്ങളുടെ ശക്തിയെയും മറ്റു ചിലപ്പോൾ നിങ്ങളുടെ ബലഹീനതകളെയും പ്രതിഫലിപ്പിക്കുന്നു. ഈ കണ്ണാടിയിലൂടെയാണ് കർമ്മം അതിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തുന്നത്. ബന്ധങ്ങൾ ആത്മാവിനുള്ള ദൈവിക പാഠശാലകളാണെന്ന് യോഗാനന്ദജി പഠിപ്പിച്ചു. നമ്മുടെ ഏറ്റവും അടുത്തയാളുകൾ പലപ്പോഴും നമ്മളുമായി ആഴത്തിലുള്ള കർമ്മബന്ധങ്ങളുള്ളവരായിരിക്കും. നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ വിധിയുടെ ഭാഗം മാത്രമല്ല, അവൾ ദൈവത്തിലേക്കുള്ള നിങ്ങളുടെ ആത്മാവിന്റെ മടക്കയാത്രയുടെ ഭാഗമാണ്. ഈ തിരിച്ചറിവോടെ അവളെ ഈ ജന്മത്തിലെ വെറുമൊരു കൂട്ടുകാരിയായിട്ടല്ല, മറിച്ച് നിങ്ങളുടെ പഴയ കർമ്മങ്ങളുടെ അദൃശ്യമായ തിരക്കഥ പൂർത്തിയാക്കാൻ സഹായിക്കുന്ന ഒരു സഹയാത്രികയായി നിങ്ങൾക്ക് കാണാൻ കഴിയും. ബുദ്ധിപൂർവവും മുക്തി നൽകുന്നതുമായ സ്നേഹത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണിത്. ഭാരതത്തിന്റെ പവിത്രമായ പാരമ്പര്യങ്ങളിൽ സ്ത്രീയെ താഴ്ന്നവളായോ നിസ്സാരയായോ കാണുന്നില്ല. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപരമായ ഊർജ്ജമായ ശക്തിയായിട്ടാണ് അവളെ ആരാധിക്കുന്നത്. പരമഹംസ യോഗാനന്ദൻ തന്റെ ശിഷ്യന്മാരെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു, ഒരു സ്ത്രീ, പ്രത്യേകിച്ച് ഭാര്യ എന്ന നിലയിൽ വെറുമൊരു കൂട്ടുമാത്രമല്ല, മറിച്ച് ദൈവകൃപയുടെ ജീവനുള്ള പ്രതീകം കൂടിയാണ്. വിവാഹത്തിലൂടെ അവൾ ഒരു പുരുഷന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവൾ തന്നോടൊപ്പം കർമ്മബന്ധങ്ങളും ദൈവികമായ സാധ്യതകളും കൊണ്ടുവരുന്നു. ഭർത്താവ് അവളെ വെറും ആസക്തിയുടെയോ ആഗ്രഹത്തിന്റെയോ കണ്ണിലൂടെ മാത്രം കണ്ടാൽ അയാൾക്ക് വലിയൊരു അവസരം നഷ്ടപ്പെടുന്നു. എന്നാൽ അവളെ ജ്ഞാനത്തിന്റെ കണ്ണിലൂടെ, ജഗദംബയുടെ ഡിവൈൻ മദർ ഒരു മാധ്യമമായി കണ്ടാൽ അവളുടെ സാന്നിധ്യം പവിത്രമാകും. അവൾ അവന്റെ ശരീരത്തെയും വികാരങ്ങളെയും മാത്രമല്ല, അവന്റെ ആത്മാവിനെയും പോഷിപ്പിക്കുന്നു. അവളുടെ പുഞ്ചിരിയിൽ അവന് സമാധാനം ലഭിക്കുന്നു. അവളുടെ ശക്തിയിൽ അവന് ധൈര്യം ലഭിക്കുന്നു. അവളുടെ പരാതികളിലോ വെല്ലുവിളികളിലോ പോലും അവനെ വളർത്തുന്ന ഒളിഞ്ഞിരിക്കുന്ന പാഠങ്ങൾ അവൻ കണ്ടെത്തുന്നു. യോഗാനന്ദജി പറഞ്ഞു, നിങ്ങളുടെ പങ്കാളിയിൽ ആത്മാവിനെ കാണാൻ പഠിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ കണ്ണുകളിലൂടെ സ്നേഹിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളുടെ ഭാര്യ ലൗകിക കടമകൾ മാത്രമല്ല നിറവേറ്റുന്നത്, അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ പാതയിൽ നടക്കാൻ അവൾ നിങ്ങളെ സഹായിക്കുന്നു. അവൾ നിങ്ങളുടെ പരുക്കൻ സ്വഭാവങ്ങളെ മയപ്പെടുത്തുന്നു. അവൾ നിങ്ങളുടെ അഹങ്കാരത്തെ വിനീതമാക്കുന്നു.
പലപ്പോഴും അവൾ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ നൽകുന്നു. അവൾ നിസ്വാർത്ഥമായി സ്നേഹിക്കുമ്പോൾ അവൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക കൃപയുടെ ഒരു ഉപകരണമായി മാറുന്നു. ഈ കൃപ എപ്പോഴും മധുരമുള്ളതാകണമെന്നില്ല. അത് ചിലപ്പോൾ കൈപ്പേറിയതാകാം, തീക്ഷ്ണമാകാം, അത് മൗനമായതാകാം. പക്ഷേ അത് എപ്പോഴും പവിത്രമായിരിക്കും. അവളെ വെറും പേരിലോ റോളിലോ ഒതുക്കിക്കാണാതെ അതിനപ്പുറം കാണാൻ തുടങ്ങുക. നിങ്ങളുടെ ആത്മാവിനെ ഉയർത്തുന്നതിനായി താത്കാലികമായി നിങ്ങളുടെ ഭാര്യയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ദൈവത്തിന്റെ ഒരു കണികയാണവൾ. അവളെ നിങ്ങൾ അങ്ങനെ കാണുമ്പോൾ നിങ്ങളുടെ വീട് ഒരു ക്ഷേത്രമായും നിങ്ങളുടെ വിവാഹം ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാതയായും മാറുന്നു. നമ്മൾ പലപ്പോഴും വിവാഹത്തിൽ നിന്ന് സുഖവും സന്തോഷവും സാമീപ്യവും മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ യഥാർത്ഥ സ്നേഹം, യഥാർത്ഥ ആത്മീയ വളർച്ച പോലെ തന്നെ എപ്പോഴും എളുപ്പമല്ലെന്ന് പരമഹംസ യോഗാനന്ദൻ സ്നേഹപൂർവ്വം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ജീവിതത്തിലുള്ളത് നിങ്ങൾക്ക് സന്തോഷം നൽകാൻ മാത്രമല്ല, മറിച്ച് കർമ്മത്തിന്റെ ഒളിഞ്ഞിരിക്കുന്ന ശക്തിയിലൂടെ നിങ്ങളെ ഉണർത്താൻ കൂടിയാണ്. കർമ്മം എപ്പോഴും വേദനയുടെ രൂപത്തിലല്ല വരുന്നത്. അതെപ്പോഴും എളുപ്പത്തിൽ തിരിച്ചറിയാനും കഴിയില്ല. ചിലപ്പോൾ അത് വൈകാരികമായ വെല്ലുവിളികൾ, ആവർത്തിക്കപ്പെടുന്ന പാറ്റേണുകൾ, തെറ്റിദ്ധാരണകൾ, അല്ലെങ്കിൽ രണ്ട് വ്യക്തിത്വങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോഴുണ്ടാകുന്ന ഉരസലുകൾ എന്നിവയിലൂടെയാണ് വരുന്നത്. നിങ്ങളുടെ ഭാര്യ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ഉള്ളിലെ ചില വികാരങ്ങളെ സജീവമാക്കിയേക്കാം. കോപം, അസൂയ, അഹങ്കാരം, അരക്ഷിതാവസ്ഥ. ഇത് അവൾ തെറ്റുകാരി ആയതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാവ് ഇവയെ നേരിടാനും അവയിൽ നിന്ന് ഉയരാനും തയ്യാറായതുകൊണ്ടാണ്. ഇതാണ് കർമ്മത്തിന്റെ പാഠം. യോഗാനന്ദജി പറഞ്ഞു, ഓരോ പരീക്ഷണവും നിങ്ങളുടെ ആത്മാവിനെ ശക്തമാക്കാനുള്ള അവസരമാണ്. നിങ്ങളുടെ ഭാര്യ നിങ്ങളെ വെല്ലുവിളിക്കുമ്പോൾ അവൾ നിങ്ങളെ ആക്രമിക്കുകയല്ല. മാറാൻ തയ്യാറായി നിൽക്കുന്ന നിങ്ങളുടെ ഉള്ളിലെന്തോ ഒന്ന് അവൾ പ്രതിഫലിപ്പിക്കുകയാണ്. അവളുടെ പരീക്ഷണങ്ങളിലൂടെ നിങ്ങളുടെ ക്ഷമ വർദ്ധിക്കുന്നു. വിനീതനാക്കപ്പെടുമ്പോൾ നിങ്ങളുടെ അഹങ്കാരം അലിഞ്ഞുപോകുന്നു. കൊടുങ്കാറ്റിലൂടെ കടന്നുപോകുമ്പോൾ നിങ്ങളുടെ സ്നേഹം ആഴമേറിയതാകുന്നു. അതുകൊണ്ട് അവൾ എന്തിനിങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിക്കുന്നതിന് പകരം ഇത് എന്നെ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ചോദിക്കുക. നിങ്ങളുടെ ബന്ധം വ്യക്തിപരമായതു മാത്രമല്ല, അത് ആത്മീയമാണ്. ദൈനംദിന സംഭാഷണങ്ങളിലൂടെയും വൈകാരിക പ്രതികരണങ്ങളിലൂടെയും മൗനത്തിന്റെ നിമിഷങ്ങളിലൂടെയും ജീവിതം നിങ്ങളുടെ ഭാര്യയിലൂടെ നിങ്ങൾക്ക് പാഠങ്ങൾ നൽകുകയാണ്. നിങ്ങൾ ഇവയെ എതിർത്താൽ അവ ആവർത്തിക്കപ്പെടും. എന്നാൽ നിങ്ങൾ ഇവയിൽ നിന്ന് പഠിച്ചാൽ അവ അലിഞ്ഞുപോകും. നിങ്ങളുടെ വീട് എന്ന സുരക്ഷിതമായ അടുപ്പമുള്ള സ്ഥലത്ത് വെളിപ്പെടുന്ന കർമ്മത്തിന്റെ പവിത്രമായ നൃത്തമാണിത്. ഇത് മനസ്സിലാക്കി തുടങ്ങുമ്പോൾ നിങ്ങൾ സംഘർഷങ്ങളെ പ്രശ്നങ്ങളായിട്ടല്ല, വാതിലുകളായി കാണാൻ തുടങ്ങും. നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ പങ്കാളി മാത്രമല്ല, ഒളിഞ്ഞിരിക്കുന്ന ഒരു അധ്യാപികയായി മാറുന്നു. പങ്കിട്ട ജീവിതത്തിന്റെ അഗ്നിയിൽ രണ്ട് ആത്മാക്കൾ സാവധാനം ശുദ്ധീകരിക്കപ്പെടുന്നു, ഉയരുന്നു, ദൈവത്തോട് കൂടുതൽ അടുക്കുന്നു. വിവാഹം വെറുമൊരു സാമൂഹിക കരാറല്ല. അത് ഒരു വീട് പങ്കുവെക്കുന്നതോ കുടുംബം വളർത്തുന്നതോ കടമകൾ നിർവഹിക്കുന്നതോ മാത്രമല്ല. ആഴമേറിയ അർത്ഥത്തിൽ വിവാഹം ഒരു ആത്മീയ സാധനയാണ്. നിങ്ങളുടെ ആത്മാവിന്റെ വളർച്ചയ്ക്കായി ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വച്ചിരിക്കുന്ന ഒരു പവിത്രമായ അച്ചടക്കം. യഥാർത്ഥ ആത്മീയ പുരോഗതി ഗുഹകളിലോ ആശ്രമങ്ങളിലോ മാത്രമല്ല നടക്കുന്നതെന്ന് പരമഹംസ യോഗാനന്ദൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് ദൈനംദിന ജീവിതത്തിലെ ശാന്തമായ നിമിഷങ്ങളിൽ, പ്രത്യേകിച്ച് വിവാഹത്തിന്റെ അടുപ്പമുള്ള ഇടങ്ങളിൽ സംഭവിക്കുന്നു. രണ്ട് ആത്മാക്കൾ ഒന്നിക്കുമ്പോൾ അവരുടെ ഊർജ്ജങ്ങൾ കൂടിക്കലരാൻ തുടങ്ങുന്നു. അവരുടെ പെരുമാറ്റങ്ങളും വികാരങ്ങളും ചിന്തകളും പരസ്പരം ആഴത്തിൽ സ്വാധീനിക്കുന്നു. മനോഹരമായ ഈ അടുപ്പം വളർച്ചയ്ക്കുള്ള അപാരമായ അവസരങ്ങളും നൽകുന്നു. നിസ്വാർത്ഥത, ക്ഷമ, സഹനം, കരുണ എന്നിവ വീണ്ടും വീണ്ടും പരിശീലിക്കാൻ വിവാഹത്തിലൂടെ നിങ്ങൾക്ക് ക്ഷണം ലഭിക്കുന്നു. ഇവ ചെറിയ കാര്യങ്ങളല്ല, ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാന സ്തംഭങ്ങളാണിവ. നിങ്ങളുടെ ഭാര്യ നിങ്ങളെ അസ്വസ്ഥനാക്കുമ്പോൾ, തെറ്റിദ്ധാരണകൾ ഉണ്ടാകുമ്പോൾ, നിങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റപ്പെടാത്തപ്പോൾ ഈ നിമിഷങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ സാധനയായി മാറുന്നു. നിങ്ങൾക്ക് ശാന്തനായിരിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് സ്നേഹത്തോടെ മറുപടി നൽകാൻ കഴിയുമോ? എപ്പോഴും ശരിയായിരിക്കണമെന്ന വാശി നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ കഴിയുമോ? ഉവ്വ് എങ്കിൽ നിങ്ങൾ സാധന ചെയ്യുകയാണ്, രഹസ്യമായല്ല, മറിച്ച് ദൈനംദിന ജീവിതത്തിന്റെ ഹൃദയത്തിൽ. യോഗാനന്ദജി പറഞ്ഞു, ആത്മീയതയുടെ പരീക്ഷണം കർമ്മത്തിലാണ്. വിവാഹം നിങ്ങൾക്ക് ഈ പരീക്ഷണം ദിവസവും നൽകുന്നു. ഇത് പൂർണ്ണനാകുന്നതിനെക്കുറിച്ചല്ല, ഇത് ബോധവാന്മാരാകുന്നതിനെക്കുറിച്ചാണ്. നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ പാതയിൽ നടക്കാനോ നിങ്ങളുടെ വേഗതയുമായി പൊരുത്തപ്പെടാനോ ഉള്ളവളല്ല. അവൾ അവളുടെ സ്വന്തം യാത്രയിൽ നിങ്ങളോടൊപ്പം നടക്കുകയാണ്. നിങ്ങൾ എത്രത്തോളം വിവേകത്തോടും വിനയത്തോടും കൂടി നടക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ഒത്തുചേരൽ ഒരു പവിത്രമായ സമർപ്പണമായി മാറുന്നു. നിങ്ങളുടെ വീടിനെ ആശ്രമമായും ഭാര്യയെ സഹയാത്രികയായും കാണുമ്പോൾ വിവാഹം തന്നെ ആന്തരിക പരിവർത്തനത്തിന്റെയും ദൈവിക സാക്ഷാത്കാരത്തിന്റെയും ഒരു പവിത്രമായ മാർഗമായി മാറുന്നു. ജീവിതത്തിൽ ചില നിമിഷങ്ങൾ വരുന്നു. അപ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ സാന്നിധ്യം നിങ്ങൾക്ക് ഒരു ആശ്വാസമായി മാറുന്നു. ലോകത്തിന്റെ ഭാരം താങ്ങാനാവാത്തതായി തോന്നുമ്പോൾ അവളുടെ ഒരു വാക്ക്, ഒരു മൃദുവായ സ്പർശം, അല്ലെങ്കിൽ അവളുടെ നിശബ്ദമായ സാമീപ്യം നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം നൽകുന്നു.
ഇവ ചെറിയ കാര്യങ്ങളല്ല. ദൈവകാരുണ്യത്തിന്റെ മിന്നലാട്ടങ്ങളാണിവ. ദൈവകൃപ പലപ്പോഴും നമുക്ക് ചുറ്റുമുള്ള ആളുകളിലൂടെ, പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയത്തോട് ഏറ്റവും അടുത്തവരിലൂടെയാണ് വരുന്നതെന്ന് യോഗാനന്ദജി പഠിപ്പിച്ചു. നിങ്ങളുടെ ബലഹീനതയിൽ അവൾ നിങ്ങൾക്ക് താങ്ങാകുമ്പോൾ, നിങ്ങളുടെ സംശയത്തിന്റെ നിമിഷങ്ങളിൽ അവൾ നിങ്ങളുടെ പ്രകാശത്തെ ഓർമ്മിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ കൊടുങ്കാറ്റിൽ നിശബ്ദമായി അവൾ നിങ്ങളോടൊപ്പം നടക്കുമ്പോൾ, അവൾ ആ ദൈവിക കൃപയുടെ ഒരു മാധ്യമമായി മാറുന്നു. ഒരുപക്ഷെ അവൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാകില്ല, പക്ഷേ അവളുടെ സ്നേഹത്തിലൂടെ ദൈവം നിങ്ങളിലേക്കെത്തുകയാണ്. കൃപ എപ്പോഴും നാടകീയമായ രൂപത്തിലല്ല വരുന്നത്. നിങ്ങൾ സ്വയം വിശ്വസിക്കാൻ മടിക്കുമ്പോൾ അവൾ നിങ്ങളിൽ അർപ്പിക്കുന്ന ആ ശാന്തമായ വിശ്വാസത്തിൽ ചിലപ്പോൾ അത് ഒളിഞ്ഞിരിക്കുന്നു. പരാതികളില്ലാതെ അവൾ തയ്യാറാക്കുന്ന ഭക്ഷണത്തിൽ, അവളുടെ കണ്ണുകളിൽ കാണുന്ന ഉത്കണ്ഠയിൽ, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ അവൾ നിങ്ങൾക്കായി ചെയ്യുന്ന പ്രാർത്ഥനയിൽ ചിലപ്പോൾ കൃപയുണ്ടാകും. ഈ നിമിഷങ്ങൾ പവിത്രമാണ്. ആത്മാവിന്റെ കണ്ണിലൂടെ കാണാൻ തുടങ്ങുന്നതുവരെ ഇവയെ അവഗണിക്കാൻ എളുപ്പമാണ്. യോഗാനന്ദജി പറഞ്ഞു, ചെറിയ വഴികളിലൂടെ നിങ്ങളെ സേവിക്കുന്നവരിൽ ദൈവത്തെ തിരിച്ചറിയുക. നിങ്ങളുടെ കർമ്മം സന്തുലിതമാക്കാൻ മാത്രമല്ല, നിങ്ങളുടെ യാത്രയെ ഉയർത്താനും കൂടിയാകാം നിങ്ങളുടെ ഭാര്യ അയക്കപ്പെട്ടത്. ഭക്തിയോടും ദയയോടും ക്ഷമിക്കുന്ന ഹൃദയത്തോടും കൂടി അവൾ പാതയിൽ നടക്കുന്നുണ്ടെങ്കിൽ, അവൾ നിങ്ങളുടെ ആത്മീയ പുണ്യത്തിൽ നിന്ന് ജനിച്ച ഒരു അനുഗ്രഹം തന്നെയാണ്. അവളുടെ സാന്നിധ്യത്തിൽ നിങ്ങൾക്കൊരു കണ്ണാടിയും ഒരു സമ്മാനവും ലഭിക്കുന്നു. വിനയത്തോടും നന്ദിയോടും കൂടി നിങ്ങൾ ഹൃദയം തുറക്കുമ്പോൾ, അവൾ വെറുമൊരു ഭാര്യ മാത്രമല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അവൾ മനുഷ്യരൂപത്തിൽ നിങ്ങളോടൊപ്പം സമാധാനപൂർവ്വം നടക്കുന്ന ദൈവകൃപയാണ്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ കർമ്മത്തിന്റെയും കൃപയുടെയും കണ്ണുകളിലൂടെ കാണാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ചോദ്യമിതാണ്, ഇനി മുതൽ നിങ്ങൾ അവളെ യഥാർത്ഥത്തിൽ എങ്ങനെ കാണണം? ഉത്തരം ലളിതമാണ്, എന്നാൽ മാറ്റമുണ്ടാക്കുന്നതാണ്. ഉപരിതലത്തിന് അപ്പുറത്തേക്ക് കാണുക. ഭൗതിക രൂപത്തിനപ്പുറം, ശീലങ്ങൾക്കപ്പുറം, വ്യക്തിത്വത്തിനപ്പുറം അവളുടെ ആത്മാവിലേക്ക് നോക്കുക. യോഗാനന്ദജി പറഞ്ഞു, നമ്മൾ കാണാൻ തയ്യാറാണെങ്കിൽ ഓരോ ബന്ധവും മോക്ഷത്തിനുള്ള അവസരമാണ്. നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ കർമ്മമാണ്. അതെ, നിങ്ങളുടെ ആത്മാക്കളെ വീണ്ടും ഒന്നിപ്പിച്ച നിങ്ങളുടെ ഭൂതകാലത്തിന്റെ പ്രതിധ്വനികളും സുഖങ്ങളും അപൂർണമായ പാഠങ്ങളും അവൾ കൊണ്ടുവരുന്നു. എന്നാൽ അവൾ നിങ്ങളുടെ കൃപ കൂടിയാണ്, ഗ്രേസ്. കാരണം അവളിലൂടെ നിങ്ങൾക്ക് പഴയ പാറ്റേണുകളിൽ നിന്ന് ഉയരാനും നിങ്ങളുടെ പരമോന്നത രൂപത്തെ നേടാനും അവസരം ലഭിക്കുന്നു. ഈ വിവാഹത്തിൽ നിന്ന് എനിക്ക് എന്ത് ലഭിക്കുന്നു എന്ന ചിന്ത മാറ്റി, ഈ വിവാഹം എന്നെ എന്ത് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആഴമേറിയ ഒരു മാറ്റം ആരംഭിക്കുന്നു. നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് നിർത്തുന്നു. നിങ്ങൾ നിയന്ത്രിക്കുന്നത് നിർത്തുന്നു. അതിനു പകരം നിങ്ങൾ അവബോധത്തോടും അവയർനെസ് ആദരവോടും കൂടി സ്നേഹിക്കാൻ തുടങ്ങുന്നു. ദൈനംദിന ജീവിതത്തിന്റെ നൃത്തത്തിൽ നിങ്ങളുടെ ഭാര്യ ഒരു കണ്ണാടിയായി മാറുന്നു. അതിൽ നിങ്ങളുടെ ആത്മാവ് സ്വയം കൂടുതൽ വ്യക്തമായി കാണുന്നു. ചിലപ്പോൾ അവൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രകാശം കാണിച്ചു തരുന്നു, ചിലപ്പോൾ നിങ്ങളുടെ നിഴലുകൾ. എന്നാൽ എപ്പോഴും അവൾ നിങ്ങൾക്ക് വളരാനുള്ള അവസരം നൽകുന്നു. ഈ സമ്മാനത്തെ നിങ്ങൾ വിനയത്തോടെ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട് ഒരു ക്ഷേത്രമായി മാറുന്നു. നിങ്ങളുടെ വഴക്കുകൾ ശുദ്ധീകരണമായി മാറുന്നു. നിങ്ങളുടെ സ്നേഹം പ്രാർത്ഥനയായി മാറുന്നു. നിങ്ങളുടെ ഒരുമിച്ചുള്ള യാത്ര വ്യക്തിപരമായ സന്തോഷത്തിലേക്കല്ല, മറിച്ച് ദൈവിക സാക്ഷാത്കാരത്തിലേക്കുള്ള ഒരു പാതയായി മാറുന്നു. യോഗാനന്ദജി പറഞ്ഞതുപോലെ, ഓരോ ആത്മാവിലും ദൈവത്തെ കാണുക. ഓരോ പരീക്ഷണത്തിലും ദൈവത്തിന്റെ കൈകൾ കാണുക. നിങ്ങളുടെ ഭാര്യയെ ഒരു പങ്കാളിയായി മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പവിത്രമായ സാന്നിധ്യമായി നിങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ, ജ്ഞാനത്തോടെ ജീവിക്കുന്ന സ്നേഹം മുക്തിയായി മാറുന്നതായി നിങ്ങൾ കണ്ടെത്തും. അവബോധത്തോടെ ജീവിക്കുന്ന വിവാഹം ദൈവത്തിലേക്കുള്ള ഒരു വാതിലായി മാറുന്നു. പ്രിയ ആത്മാവേ, നിങ്ങൾ ഇതുവരെ കേട്ടെങ്കിൽ അതിനർത്ഥം ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ എവിടെയോ സ്പർശിച്ചു എന്നാണ്. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ, പങ്കാളിയെ, അല്ലെങ്കിൽ നിങ്ങളുടെ മുൻകാല ബന്ധങ്ങളെ മറ്റൊരു കാഴ്ചപ്പാടിലൂടെ കാണാൻ തുടങ്ങിയിട്ടുണ്ടാകാം. ഒരു കാലത്ത് സംഘർഷമോ ആശയക്കുഴപ്പമോ ആയി തോന്നിയിരുന്നത് ഇപ്പോൾ നിങ്ങളുടെ ആന്തരിക വളർച്ചയെ നയിക്കുന്ന ദൈവികമായ താളം പോലെ അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടാകാം. ഓർക്കുക, ജീവിതം നിങ്ങൾക്കെതിരായല്ല സംഭവിക്കുന്നത്, ഇത് നിങ്ങൾക്കുവേണ്ടിയാണ് സംഭവിക്കുന്നത്. നിങ്ങളുടെ ഭാര്യ ഈ ലോകത്ത് നിങ്ങളുടെ വെറുമൊരു പങ്കാളി മാത്രമല്ല, അവൾ നിങ്ങളുടെ കർമ്മമാണ്. അത് നിങ്ങളുടെ ഭൂതകാലത്തിന്റെ പ്രതിധ്വനികളെ വെളിപ്പെടുത്തുന്നു. അവൾ നിങ്ങളുടെ കൃപയുമാണ്. അത് നിങ്ങൾക്ക് വളരാനും ക്ഷമിക്കാനും മയപ്പെടാനും ആഴത്തിൽ സ്നേഹിക്കാനും അവസരം നൽകുന്നു. പ്രണയത്തിൽ മാത്രമല്ല, അവബോധത്തോടെയും നിങ്ങൾക്ക് അവളുടെ കൈപിടിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ഒരുമിച്ചുള്ള യാത്ര പവിത്രമാകും. ഓരോ നിമിഷവും അത് സുഖകരമായാലും കഠിനമായാലും നിങ്ങളുടെ ആത്മാവിന്റെ ഉണർവിലേക്കുള്ള ഒരു ചുവടുവയ്പായി മാറും. പരമഹംസ യോഗാനന്ദൻ മനോഹരമായി പഠിപ്പിച്ചതുപോലെ, യഥാർത്ഥ സ്നേഹം ശരീരത്തിന്റേതല്ല, ആത്മാവിന്റേതാണ്. മനസ്സിലാക്കുന്നതിലും നിസ്വാർത്ഥമായി നൽകുന്നതിലും ഒരുമിച്ച് ദൈവത്തിന്റെ പ്രകാശത്തിലേക്ക് വളരുന്നതിലുമാണ് അതിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയത്തിൽ വ്യക്തതയുടെയോ സമാധാനത്തിന്റെയോ ആദരവിന്റെയോ ഒരു ചെറിയ തിരിയിട്ടെങ്കിലും തെളിച്ചുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഇന്ന് ഈ സത്യം കേൾക്കാൻ ആവശ്യമുള്ള ഒരാളുമായി ഇത് പങ്കുവയ്ക്കാനും ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ഒരു ചെറിയ പ്രവൃത്തി മറ്റൊരാൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവകൃപയാകാം.
എനിക്ക് നിങ്ങളിൽ നിന്ന് കേൾക്കാനും ആഗ്രഹമുണ്ട്. കമന്റുകളിൽ പറയൂ. നിങ്ങളുടെ ഭാര്യയോ പങ്കാളിയോ നിങ്ങളുടെ ജീവിതത്തിൽ വെറുമൊരു വ്യക്തി എന്നതിലുപരിയാണെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അവൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു കണ്ണാടിയായോ വഴികാട്ടിയായോ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഞാൻ ഓരോ കമന്റും ശ്രദ്ധാപൂർവം വായിക്കുന്നു. നിങ്ങളുടെ പ്രതികരണങ്ങൾ മറ്റൊരു അന്വേഷകന്റെ പാതയിൽ വെളിച്ചം വീശിയേക്കാം. കൂടാതെ അടുത്ത വീഡിയോ ഏതു വിഷയത്തെക്കുറിച്ചാണ് വേണ്ടതെന്ന് എന്നോട് പറയൂ. ആത്മീയ ബന്ധങ്ങൾ, കർമ്മം, ദൈവിക സ്നേഹം അല്ലെങ്കിൽ കുടുംബത്തിന്റെയും ആത്മീയ ബന്ധങ്ങളുടെയും ആഴമേറിയ അർത്ഥത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ നിർദ്ദേശങ്ങളാണ് നമ്മൾ ഒരുമിച്ച് നിർമ്മിക്കുന്ന ഈ പവിത്രമായ സ്ഥലത്തെ രൂപപ്പെടുത്തുന്നത്. അതുവരെ ദയയുള്ളവരായിരിക്കുക, വർത്തമാനകാലത്തിൽ ജീവിക്കുക, തുറന്ന ഹൃദയത്തോടെ ഈ പാതയിൽ നടക്കുക. നന്ദി.